ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് പെഡൽ താന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ക്ലച്ച് പെഡൽ താന്നു പോകുന്ന ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കുക. ഇനി അത് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടുപോകുക. എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് പെഡൽ താന്നു പോകുന്നത്? അതായത് നമുക്കറിയാം, ക്ലച്ച് പെഡൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ബാക്കിലോട്ട് വരാറുണ്ട്, അതായത് നേരെ മേളിലോട്ട് വരും, പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എപ്പോഴെങ്കിലും ഈ ക്ലച്ച് പെഡൽ താന്നു പോകാറുണ്ടോ? 100% അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളതാണ്, വരുന്നൊരു കംപ്ലയിൻറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള വാഹനങ്ങൾ കൂടുതലും ഫ്ലൂയിഡ് ക്ലച്ചാണ് യൂസ് ചെയ്യുന്നത്. അതായത് പഴയ കേബിൾ മെക്കാനിസമും കാര്യങ്ങളൊക്കെ മാറ്റി ഇപ്പം ഫ്ലൂയിഡ് യൂസ് ചെയ്താണ് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്കിംഗ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഫ്ലൂയിഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഫ്ലൂയിഡ് തന്നെയാണ്, ബ്രേക്ക് ഫ്ലൂയിഡ് യൂസ് ചെയ്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ 4 ടയേഴ്സിലോട്ട് നല്ലൊരു ഫോഴ്സാണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫ്ലൂയിഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിന് നമുക്കറിയാം, ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റ്, ഈ പ്രഷർ പ്ലേറ്റിനെ തള്ളിയാണ് ക്ലച്ച് റിലീസ് ആകുന്നത്. അങ്ങനെ ഈ പ്രഷർ പ്ലേറ്റിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഫോഴ്സ് കുറേ കൂടെ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്രയും കൂടെ സ്മൂത്ത് ആയിക്കോളും ക്ലച്ചിന് ഫ്ലൂയിഡ് യൂസ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പം ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ക്ലച്ച് ഓവറായിട്ട് ഹീറ്റ് ആയെന്ന് വെക്കുക, അല്ലെങ്കിൽ ബ്രേക്ക് ഓവറായിട്ട് ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്കിനകത്ത് എയറിൻ്റെ പ്രസൻസ് ഏതെങ്കിലും രീതിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ, വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. നമുക്കറിയാം, ഹൈ റേഞ്ച് ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ബ്രേക്ക് ചവിട്ടി ഇറങ്ങി പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ബ്രേക്ക് പെഡൽ ചിലപ്പം താന്നു പോകും. ഈ ബ്രേക്ക് പെഡൽ എന്തുകൊണ്ട് താന്നു പോകുന്നു? ബ്രേക്ക് കിട്ടാതെ വരുന്നു. എന്തുകൊണ്ട് ഈ സംഭവം നടക്കുന്നു എന്ന് ചോദിച്ചാൽ, ഓവറായിട്ട് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് തിളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ബ്ലോയിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് എയറിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അങ്ങനെ എയറിൻ്റെ പ്രസൻസ് വരുന്ന സമയത്താണ് പെഡൽ താന്നു പോകുന്നത്. ഇങ്ങനെ ബ്രേക്ക് പെഡൽ താന്നു പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രേക്ക് കിട്ടാതെ വരും. ആ സെയിം രീതി തന്നെയാണ് നമ്മുടെ ക്ലച്ചിനും ഉണ്ടാകുന്നത്. ക്ലച്ച് താങ്ങി വാഹനം ഓടിക്കുന്ന ആൾക്കാർ, അതായത് ക്ലച്ചിൻ്റെ പുറത്ത് കാല് വെച്ച് ഓടിക്കുന്ന ആൾക്കാർ, ഫ്ലൂയിഡ് ക്ലച്ചുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹീറ്റാകും. അതായത് ക്ലച്ചിൻ്റെ ഫ്ലൂയിഡ് ഹീറ്റാകും, പ്രഷർ പ്ലേറ്റ് ഹീറ്റാകും, ക്ലച്ച് ഡിസ്ക് ഹീറ്റാകും, ഇതെല്ലാം ഹീറ്റാകും. ഇത് ഹീറ്റായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ പോലൊരു ബോയിലിംഗ് പോയിൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് തിളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് പെഡൽ താന്നു പോകും. കേബിളുള്ള മോഡലല്ല, കേബിൾ ഇല്ലാത്ത മോഡൽസിനാണ് ഈ പറയുന്നൊരു കംപ്ലയിൻറ്റ് വരുന്നത്. ഇനി കേബിൾ ഉള്ള മോഡൽസിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും അതിലും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ക്ലച്ചിൻ്റെ റിലീസ് ബെയറിംഗ് പൊട്ടിപ്പോകുക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അതല്ല, കേബിൾ പൊട്ടിപ്പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞൊരു പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ഉറപ്പായിട്ട് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് വരും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയാലും ക്ലച്ച് പെഡൽ താന്നു പോകും. ഇനി കേബിൾ അല്ല, ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊരു പ്രോബ്ലം വരും. പക്ഷേ ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ട്. നമുക്കൊന്ന് സൈഡിലോട്ട് ഒതുക്കി നിർത്തുക, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പെഡൽ ഒന്നുകൂടെ താന്ന് പിന്നെ ഒന്നുകൂടെ പൊക്കി, ഒന്നുകൂടെ താത്തി പൊക്കി 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ പെഡൽ കയറി വരും. അപ്പോൾ നമുക്ക് പിന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. കേബിൾ ആണെന്നുണ്ടെങ്കിൽ കേബിൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് മാറുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ല.